ഹലോ പ്രിയപ്പെട്ടവരെല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് കാലമായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് ഏകദേശം 10-15 ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്ന്. ജൂലൈ 15 മുതൽ യൂട്യൂബിൽ പല മാറ്റങ്ങളും വരുന്നു. യൂട്യൂബിൽ ഒരുപാട് ചാനലുകൾ കട്ടാകുന്നു, മോണിറ്റൈസേഷൻ കട്ടാകുന്നു. അതായത് നാളത്തെ ഉദയം നിങ്ങളുടെ ചാനൽ പലരുടെയും ചാനൽ കട്ടാകുന്നു. ഇനി മുതൽ യൂട്യൂബിൽ സ്വന്തമായി ഫേസ് കാണിക്കാത്തവർക്ക് വീഡിയോ ചെയ്യാൻ കഴിയില്ല. സ്ലൈഡ് ആയിട്ടുള്ള വീഡിയോസുകൾ പൂർണ്ണമായും യൂട്യൂബ് മോണിറ്റൈസേഷൻ കട്ടാക്കുന്നു. അതുപോലെ തന്നെ ഇനി മുതൽ വാച്ചിങ് അവർ കയറ്റിയ ചാനലുകൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ഇല്ല. ബോട്ട് വഴിയോ അല്ലെങ്കിൽ എന്താ പറയുക, മ്യാൻ വ്യൂസ് അല്ലാത്ത ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ ഇല്ല. ഇനി മുതൽ ആവർത്തന വീഡിയോസുകൾ, അതായത് ഒരേ കണ്ടന്റ് നിരന്തരമായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം നമ്മുടെ ചാനലിൽ ഒരേ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ അത്തരം ചാനലുകൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല. ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ആണ് പുതിയതായി വന്നിട്ടുണ്ട് എന്നുള്ളത് പല ചാനലുകളും പല രൂപത്തിലും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്താണ് അതിന്റെ കാര്യം? വ്യക്തമായി വളരെ ക്രിസ്റ്റൽ ക്ലിയറോട് കൂടി ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും. കാരണം ഗൂഗിളിന്റെ പ്രൊഡക്റ്റ് ആണ് യൂട്യൂബ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അതിന് മുന്നോടിയായി ഞാൻ മറ്റൊരു കാര്യം പറയാം. യൂട്യൂബ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു? അതായത് യൂട്യൂബ് നിങ്ങൾക്ക് നൽകിയ മെസ്സേജ് വായിച്ചെടുത്തുകൊണ്ട് അതിൽ നിന്നും ഒരുപാട് എന്താ പറയുക, ഒരു ചെറിയ പോയിന്റ് എന്തൊക്കെയോ ആക്കി തീർക്കുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് യൂട്യൂബ് അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞത് എന്നുള്ളത് നോക്കാം. എല്ലാ പബ്ലിക് പ്ലാറ്റ്ഫോമുകളും, ഈവൻ ഇൻസ്റ്റഗ്രാം ഒക്കെ ഭയങ്കരമായിട്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം കുറച്ചുകൂടെ ജനങ്ങളിൽ സ്വീകാര്യതയുണ്ട്. യങ്ങേഴ്സിൽ കുറച്ചും കൂടെ സ്വീകാര്യതയുണ്ട്. ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്നു. അത്രത്തോളം ഒന്നും ഇപ്പൊ യൂട്യൂബിന്റെ ഉപയോഗം കറക്റ്റ് അല്ല. അതായത് അത്രത്തോളം സ്വീകാര്യതയില്ല. യൂട്യൂബ് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതല്ല, സ്വീകാര്യതയില്ല. എന്തുകൊണ്ട്? അവിടെയാണ് യൂട്യൂബ് ഇങ്ങനെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, അതായത് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ്, 1. 2, എന്തെങ്കിലും വീഡിയോസ് ഇട്ടിട്ട് അത് എങ്ങനെയെങ്കിലും ആളുകളെ കാണിക്കുക എന്നുള്ള സംഭവം. ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ റീൽസ് കാണുമ്പോൾ കാണാം, ഇങ്ങനെ തോണ്ടി പോകുമ്പോൾ ഏകദേശം ഒരു 30 സെക്കൻഡ്, 15 സെക്കൻഡിൽ, 1 മിനിറ്റിലൊക്കെ നമ്മളോട് കഥ പറയുകയാണ്. അതായത് യൂട്യൂബിലേക്ക് വരുമ്പോൾ അതേ കഥ 15 മിനിറ്റിലേക്കും 5 മിനിറ്റിലേക്കും 10 മിനിറ്റിലേക്കും നീളുന്നു. സമയം ലാഗ്, ഒരു ചടുലത ഇല്ല പല വീഡിയോസുകളിലും ഉള്ളതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള വീഡിയോസുകൾ, അതായത് ആ ഒരു ചടുലത, ആ ഒരു ഇത് സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് പിടിമുറുക്കി അതുപോലെ തന്നെ ഈ ഫേക്ക് ആയിട്ട് വാച്ചിങ് അവർ കയറ്റി കൊടുക്കുന്നു. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ വീട്ടിലുണ്ടാക്കിയ വാച്ചിങ് അവർ ആണെന്നൊക്കെ പറഞ്ഞിട്ടും സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലരും കൊടുക്കുന്നു. ഇത്തരം സബ്സ്ക്രൈബേഴ്സിലേക്കൊക്കെ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുന്നു. ആരും കാണുന്നില്ല. കാരണം അങ്ങനെ അവരുടെ പെട്ടിക്കുള്ളിൽ ഇരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണത്. അത് ആരും കാണില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള യൂട്യൂബിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന പല കാര്യങ്ങൾ വരുമ്പോഴും യൂട്യൂബ് എടുക്കുന്ന തീരുമാനങ്ങളാണ്. ഇപ്പോഴും നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ജൂലൈ 15-ാം തീയതി യൂട്യൂബ് എടുത്ത തീരുമാനവും ആദ്യം ഉണ്ടായിരുന്ന അതേ നിയമങ്ങൾ ഒന്നുകൂടെ കർശനമാക്കുന്നു എന്ന് മാത്രമാണ്. ഓക്കെ, അല്ലാതെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന നിയമങ്ങളല്ല, പുതിയ നിയമങ്ങൾ ഒന്നുമില്ല. പഴയ നിയമങ്ങൾ ഒന്നുകൂടെ കർശനമാക്കുന്നു എന്നതിലുപരി ഈ പറയുന്ന ഒരു കാര്യങ്ങളില്ല. ഞാൻ ഓരോ 4 കാര്യങ്ങൾ ഓരോന്നോരോന്ന് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. വളരെ വ്യക്തമായി കേൾക്കുക വീഡിയോസ്, അല്ലാതെ ഈ ഒരു പോയിന്റ് മാത്രം കേട്ട് ഓടിക്കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകില്ല. ഞാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മലയാളം അറിയുന്നവർക്ക് എല്ലാവർക്കും, ഇതൊരിക്കലും ഒരു പാവപ്പെട്ടവനിക്കോ ഒരു ഫാമിലിക്കോ വേണ്ടിയല്ല, മലയാളം അറിയുന്ന യൂട്യൂബ് ചാനലുള്ള വ്യക്തികൾക്ക് ഉപയോഗപ്പെടും. ഓക്കെ, അത്തരക്കാർക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കാം. എന്താണ് നമുക്ക് ഈ 4 പോയിന്റുകൾ ഓരോന്നോരോന്നായി നമുക്ക് പരിശോധിക്കാം. ഓക്കെ, നാളെ പുലർന്നാൽ, അതായത് ഞാൻ ഇന്ന് 14-ാം തീയതി വീഡിയോസ് ഇത്രയും ഇടാൻ വൈകാൻ കാരണം ഒന്ന് തിരക്കാണ്. രണ്ടാമത്തെ കാര്യം, നാളെ പുലർന്നാൽ പല ചാനലുകളും ഭൂമിയിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പല ചാനലുകളും യൂട്യൂബിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞവർക്ക്, പല ചാനലുകളുടെയും മോണിറ്റൈസേഷൻ നഷ്ടപ്പെടും എന്ന് പറഞ്ഞവർക്ക്, അവർക്ക് വേണ്ടിയിട്ടാണ്. ഫേസ്ലെസ് ആയിട്ടുള്ള വീഡിയോസുകൾ ഉപയോഗിക്കാൻ പാടില്ല, സ്വന്തം ഫേസ് കാണിക്കാത്ത വീഡിയോസുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പല രൂപത്തിൽ ഞാൻ ആ ഒരു വീഡിയോസിനെ വളച്ചൊടിക്കുന്നതായി കണ്ടു. ഈ ഒരു അപ്ഡേറ്റ് വരുന്നതിനെ യൂട്യൂബ് നിയമം കർശനമാക്കാണ്. ഇതിനെക്കുറിച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം വളരെ വ്യക്തമായി, ഇൻഓതന്റിക് കണ്ടന്റ്
യൂട്യൂബ് കർശനമാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് ഇൻഓതന്റിക് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. പണ്ട് നമ്മൾ റിപ്പറ്റീഷ്യസ് കണ്ടന്റ് എന്ന് പറയുമായിരുന്നു. അതിന്റെ പേര് ഇപ്പോൾ മാറ്റിയിട്ടാണ് ഇൻഓതന്റിക് കണ്ടന്റ് എന്ന പേര് വന്നിട്ടുള്ളത്. ഈ ചുരുക്കി പറഞ്ഞാൽ നിലവാരം കുറഞ്ഞ വീഡിയോസ് യൂട്യൂബ് ഒഴിവാക്കുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. എവിടെയാണ് ഈ നിലവാരം കുറഞ്ഞ വീഡിയോസ് എന്ന് പറയുന്നത്? അവരുടെ വീഡിയോസിൽ നിന്നും കുറച്ച് ഭാഗം എടുത്ത് ഇവരുടെ വീഡിയോസിൽ നിന്നും കുറച്ച് ഭാഗം എടുത്തിട്ടൊക്കെ വീഡിയോസ് ഇടുന്നവർ, ഓക്കെ, സ്വന്തം കണ്ടന്റുകൾ ഇല്ല എന്നവർ, കോപ്പി പേസ്റ്റ് ചെയ്യുന്നവർ, എവിടെന്നെങ്കിലും ഒരൊറ്റ പോസ്റ്റർ വെച്ചുകൊണ്ട് എവിടെന്നെങ്കിലും ഒരു പാട്ടും എടുത്തിട്ട് അതങ്ങോട്ട് ഇടും. ആ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആദ്യ കാലങ്ങളും കൊടുത്തിരുന്നില്ല, ഇപ്പോഴും കൊടുക്കുന്നില്ല. ഓക്കെ, അത് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു പോസ്റ്ററും അതുപോലെ തന്നെ ഒരു വോയിസ് ഓവറും വെച്ച് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പലരും പറയുന്നു. അത് വളരെയധികം തെറ്റാണ്. വോയിസ് ഓവറും പ്ലസ് നിങ്ങളുടെ ഒരു പോസ്റ്ററും വെച്ച് നിങ്ങൾ ഒരു വീഡിയോ ചെയ്താൽ മോണിറ്റൈസേഷൻ കിട്ടും. പക്ഷെ ചില പെർസെന്റേജ് വേണമെങ്കിൽ പറയാം, ഇത്ര പെർസെന്റേജ് വരെ നമുക്കത് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷെ കിട്ടിയവർ ഇഷ്ടം പോലെയുണ്ട്. നമുക്കത് യൂട്യൂബിന് ബോധ്യപ്പെടുത്താൻ കഴിയണം എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും ഇങ്ങനെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടൊക്കെയുള്ള വീഡിയോസുകൾ വെറും ഫോട്ടോ വെച്ചിട്ട് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോക്ക് അതിൻ്റെതായ മൂല്യം വേണം എന്ന് മാത്രമാണ്. നിങ്ങളുടെ വോയിസ് ഓവറിനും അതിൻ്റെതായ ഒരു മൂല്യം വേണം. ഈ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ, അതും ചില സമയത്ത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടുകയും അതിനുവേണ്ടി നിങ്ങൾക്ക് അപ്പീലിന് ഒരു ഓപ്ഷൻ തരും. ഈ ഒരു അപ്പീലിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് യൂട്യൂബിനെ ബോധ്യപ്പെടുത്തണം. യൂട്യൂബിനെ കൺവിൻസിങ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ മോണിറ്റൈസേഷൻ അവിടെ ഉണ്ടാകും. ഈ നിയമം വന്നാലും അത്തരം ചാനലുകൾ നഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഓക്കെ, യൂട്യൂബ് കൺവിൻസിങ് ആണ് ഓൾറെഡി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഫോട്ടോയും വെറുതെ എന്തെങ്കിലും എഴുതിയിടുന്ന കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അത്തരം ചാനലുകൾ വേണമെങ്കിൽ പെർസെന്റേജ് പറയുകയാണെങ്കിൽ 95% മോണിറ്റൈസേഷൻ കിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. റിയാക്ഷൻ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്നത് ഈ ന്യൂസ് റീഡിംഗ് ഒക്കെ ആയിട്ട് ഇരുന്നിട്ട് റിയാക്ഷൻ വീഡിയോസ് പറഞ്ഞ് മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്ത് കാണിച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം റിയാക്ഷൻ വീഡിയോസുകളല്ല പറയുന്നത്. റിയാക്ഷൻ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കൊളാബൊക്കെ ചെയ്യുമ്പോൾ വെറുതെ അനങ്ങാതെ ഇങ്ങനെ നിങ്ങളുടേതായ ഒരു കാര്യവും അതിൽ നിങ്ങൾ എഫേർട്ട് ഒന്നും ഇടുന്നില്ല. ഒരു കാര്യം റിയാക്ഷൻ ചെയ്യുമ്പോൾ, ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് ഇത് ഇങ്ങനെയാണ് അത് അങ്ങനെയാണെന്നുള്ളത്. അത് പറയാതെ ഒരു വീഡിയോ മാത്രം അവിടെ പോയി കഴിഞ്ഞാൽ അത്തരം കൊളാബുകൾ അംഗീകരിക്കില്ല. പക്ഷേ ഈ പറയുന്ന പോലെ നിങ്ങളത് പഴയതുപോലെ തന്നെ കൊളാബ് ഒഴിവാക്കുന്നുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. കൊളാബ് ഒരിക്കലും ഒഴിവാക്കുന്നില്ല. കൊളാബ് അവിടെ തന്നെയുണ്ട്. അത് സാധാരണ ഇപ്പൊ ചെയ്തു പോകുന്ന പോലെ, പലരും ക്യാഷ് കിട്ടുന്ന പോലെ അവരുടെ ചാനലൊക്കെ അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യത്തിൽ നിലവാരമില്ലാത്ത വീഡിയോസുകൾ, അതാണ് ചുരുക്കി പറഞ്ഞാൽ. അത്തരം വീഡിയോസുകൾ പോട്ടെ. കാരണം നമ്മൾ എന്നും എന്റെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരോട് പോലും ഞാൻ പറയാറുണ്ട്, കണ്ടന്റ് ആണ് പ്രധാനം, കണ്ടന്റ് ആണ് കിങ്, കണ്ടന്റ് ആണ് രാജാവ്. സ്വന്തം കണ്ടന്റും സ്വന്തം വോയിസ് ഓവറും കൊടുക്കുന്നവർക്ക് എന്ത് തന്നെ നിയമം വന്നാലും ഇങ്ങനെ നിൽക്കാം. നമ്മുടെ ഇന്നസെന്റ് ഒക്കെ മിഥുനം എന്ന സിനിമയിൽ നിൽക്കുന്നത് ഇപ്പൊ തല പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞിട്ടൊരു തേങ്ങ ഉടയ്ക്കുന്ന ഒരു രംഗമല്ലേ, അതിൽ ഇന്നസെന്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ നൃത്തത്തിൽ നമ്മുടെ ആളുകൾക്ക് നിൽക്കാം. ക്രിയേറ്റിവിറ്റി, ഈ മോന് വാച്ചിങ് അവർ ഇവിടുന്നും കയറ്റി വനിക്കും, ഈ പൈസ കയറ്റും. ഈ 2025 നിങ്ങൾക്കൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇന്നും നേരം വെളുക്കാത്ത ഒരുപാട് ക്രിയേറ്റർമാരുണ്ട്. ഒരുപാട് അടിപൊളി ക്രിയേറ്റേഴ്സാണ്, അടിപൊളി കണ്ടന്റ് ഇടുന്നവരാണ്. പക്ഷെ എന്ത് ചെയ്യാം, നേരം ഇപ്പോഴും വെളുത്തിട്ട് അവർക്ക് ഇപ്പോഴും നൈറ്റാണ്. ഇപ്പോഴും വീഡിയോസിന്റെ അടിയിൽ വന്നിട്ട് കൂട്ടുകൂടുമോ, എന്റെ കൂടെ വരുമോ, നിങ്ങളുടെ കൂടെ വന്നാൽ ഞാൻ എന്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെയും വരാം, നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. ഇത് തന്നെ പല വേർഷൻ. അതിന്റെ പൊന്നു സഹോദരിമാരെ, ഇത് നിങ്ങളുടെ ചാനലിന്റെ നാശമാണ്. അപ്ഡേറ്റുകൾ വന്ന് യൂട്യൂബ് പിടിമുറുക്കി നിങ്ങൾക്കൊരു 1000 സബ്സ്ക്രൈബേഴ്സോ, എന്റെ ഗ്രൂപ്പിൽ ഇതേപോലെ വാട്സപ്പ് ട്യൂട്ടോറിയൽ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പിൽ 6000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്ന ഒരു ലേഡി അവരുടെ ചാനൽ ഒഴിവാക്കി പുതിയ ചാനൽ തുടങ്ങി. എന്താ കാരണം? ഇതുപോലെ എരന്നെരന്ന് വാങ്ങിയതാണ്. അത്തരം സബ്സ്ക്രൈബേഴ്സിലേക്ക് നോട്ടിഫിക്കേഷൻ പോയിട്ട് അവർ കാണുന്നില്ല. വെറുതെ ചാനലിന്റെ ട്രാഫിക്കും നഷ്ടപ്പെടുത്തി ആളുകൾക്ക്, അയൽവാസികൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്കോ അല്ലെങ്കിൽ എന്താ പറയുക, ഈഗോ, അതാണ് മെയിൻ. എനിക്ക് ഇത്ര സബ്സ്ക്രൈബർ ഉണ്ട് എന്ന് കാണിക്കണം.
അതിനുവേണ്ടി നിങ്ങൾ ഇനിയെങ്കിലും അത്തരം പരിപാടികൾ നിർത്തും. ഞാൻ ഈ പറയുന്ന ഈ വീഡിയോസിന്റെ അടിയിൽ വന്നിട്ടും സൗഹൃദം കൂടാം, എന്റെ വീഡിയോസ് സബ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ 100 ആൾക്കാർ വരും. ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ വീഡിയോസ് ആളുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീഡിയോസ് ആളുകൾ ഇഷ്ടപ്പെട്ടാൽ അവരത് കാണും. അത് നിങ്ങളുടെ വീഡിയോസ് ഒരാളും സബ് ചെയ്യുന്നില്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ വീഡിയോസ് കൊള്ളില്ല, നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നിട്ട് വലിയ കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് കണ്ടന്റ് എങ്ങനെ നന്നാക്കാം എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ ഈ ഇറക്കാൻ പോകരുത്, യാചിക്കാൻ പോകരുത് എന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ചാനലുകൾക്കൊക്കെ പണി കിട്ടും എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ പണി കിട്ടും. യൂട്യൂബ് നിയമം ഒന്ന് കർശനമാക്കി എന്ന് മാത്രം. പിന്നെ ആരോ പറയുന്നത് കേട്ട് ഇനി മുതൽ വാച്ചിങ് അവർ ബോട്ട് വഴി കയറ്റിയതോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുണ്ടാക്കുന്ന വാച്ചിങ് അവർ ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്താൽ ഇനി മുതൽ മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ളതൊക്കെ. അത് ആദ്യവും മോണിറ്റൈസേഷൻ കിട്ടിയിരുന്നില്ല. ഇനി മോണിറ്റൈസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും തിരിയിട്ട് കത്തിച്ച് വെക്കാനുള്ള ഒരു വിളക്കായി മാത്രമേ അതിനെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കാരണം അതിൽ പണം സമ്പാദിക്കാൻ പറ്റിയിരുന്നില്ല. ഇതൊന്നും കൂടെ ശക്തമാക്കുന്നേ ഉള്ളൂ. അപ്പൊ അത്തരം ബിസിനസ്സുകാർക്കൊക്കെ ഇത് വ്യക്തമായി തുറന്നു പറയാൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷെ അവർ പൂർണ്ണമായിട്ട് അന്ന് അംഗീകരിക്കുന്നില്ല. ഇനി മുതൽ പറ്റുന്നില്ല, ഇനി മുതൽ ഞങ്ങൾ അത്തരം വർക്കുകൾ എടുക്കുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. വളരെ കോമഡി ആയിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ AI വീഡിയോസിന് കൂടുതൽ നിയന്ത്രണം വരുന്നു എന്ന് മാത്രം. ഓക്കെ, എന്താണ് AI വീഡിയോസിന് കൂടുതൽ നിയന്ത്രണം എന്ന് പറയുമ്പോൾ പലരുടെയും വീഡിയോസ് ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ പറയാലോ, ഞാനൊരു മേശമേൽ ഇരുന്നിട്ട് ഇങ്ങനെ ഷറഫ് AVS എന്നൊരു വ്യക്തി മേശമേൽ ഇരുന്നിട്ട് യൂട്യൂബിനെ കുറിച്ച് സംസാരിക്കുന്നു. അയാൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് AI അടിച്ചു കൊടുത്ത് നമ്മളൊരു ഫോട്ടോസും അങ്ങോട്ട് കൊടുത്താൽ അത് അതേപോലെ വന്ന് ഇവിടെ നിൽക്കും. അതിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമില്ല. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വേണം. AI ടൂൾസ് ഉപയോഗിച്ചാൽ AI ഇത് ഉപയോഗിച്ചോളൂ. ഓക്കെ, നിങ്ങൾ AI ഓഡിയോസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഒറിജിനൽ വീഡിയോസ് ആണെങ്കിൽ വലിയ കുഴപ്പം വരില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിംഗ് ആയി AI നിങ്ങൾക്ക് താങ്ങി നിർത്താം, നോ പ്രോബ്ലം. അപ്പൊ ഈ AI നിയന്ത്രണം എന്താണ് എന്നുള്ളത് ഒന്നും യൂട്യൂബ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഇവർ ഈ പറയുന്നത് പോലെ ഒന്നും ഇതിനെക്കുറിച്ച് AI വീഡിയോകളെ നിയന്ത്രിക്കുന്നു ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് കർശനമാക്കുന്നു, ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ തടുക്കുന്നു എന്നുള്ള കാര്യമാണ്. ഈ AI കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, അത് കുറച്ച് കാലം മുന്നേ യൂട്യൂബിൽ നിങ്ങൾക്ക് അൾട്ടേർഡ് കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബ് തന്നിട്ടുണ്ട് ഒരു ഓപ്ഷൻ. ഈ വീഡിയോ അൾട്ടേർഡ് കണ്ടന്റ് ആണോ അല്ലയോ, അതിൽ നിങ്ങൾ എല്ലാവരും നോ എന്ന് ചേർക്കുന്നവരും യെസ് എന്ന് ചേർക്കുന്നവരും ഉണ്ട്. ഓക്കെ, അതേ വിഷയം തന്നെയാണ് ഇവിടെയും വരുന്നത്, കർശനമാക്കുന്നു. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതും പുതിയ നിയമമല്ല, പഴയത് തന്നെയാണ്, കുറച്ചുകൂടെ ശക്തി കൂട്ടുന്നു എന്ന് മാത്രം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ ഒറിജിനൽ കണ്ടന്റിന് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. മാൻ പവർ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നവർക്ക് പ്രാധാന്യം നൽകുക. കഷ്ടപ്പെട്ട് വീഡിയോസ് ഇടുന്നവരുടെ വീഡിയോസ് യൂട്യൂബിന് കണ്ടാൽ മനസ്സിലാകും. കാരണം യൂട്യൂബിന് അറിയാം ഒരു ദിവസം 5-6 വീഡിയോസ് ഇടുമ്പോൾ ഇവന് എങ്ങനെയാണ് ഈ വീഡിയോസ് ഇടുന്നത്. ഒരു വ്യക്തിക്ക് ഒരു ദിവസം യൂട്യൂബിൽ എത്ര വീഡിയോസ് ഇടാം എന്നൊക്കെ യൂട്യൂബിന് അറിയാൻ പറ്റും. അത്തരം വീഡിയോസുകൾ വന്ന് വീഴുമ്പോൾ യൂട്യൂബിന് അറിയാം ഇതിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ട്, ഈ വീഡിയോസിൽ എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്, ഇതിൽ AI വീഡിയോസ് ആണോ കൂടുതൽ, വോയിസ് ഓവർ മാത്രമാണോ, ഫോട്ടോസ് ആണോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ യൂട്യൂബിന് അറിയാം. അപ്പൊ ഈ ഒറിജിനൽ കണ്ടന്റിന് പ്രാധാന്യം നൽകുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇതിൽ എല്ലാം നിങ്ങൾക്ക് മറ്റുള്ളവരുടെ വീഡിയോസ് എടുക്കുന്നതും അതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. ഓക്കെ, ഇതും നമുക്ക് പഴയ കാലത്തുള്ള ഒരു നിയമം തന്നെയായിരുന്നു. യൂട്യൂബ് കുറച്ചുകൂടെ കർശനമാക്കുന്നു എന്ന് മാത്രം. ഒരേ ടൈപ്പ് വീഡിയോസുകൾ നിങ്ങൾ ചെയ്യരുത്. അതായത് ഒരു വ്യക്തി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുക്കിംഗ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ്, ഒരു വ്യക്തി ഇന്നൊരു ദിവസം ബിരിയാണി അപ്ലോഡിങ് ചെയ്യുന്ന വീഡിയോസ് ഒന്ന് ഇട്ടു, ഇനി അദ്ദേഹം ഒരിക്കലും ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസ് ഇടരുത്. അങ്ങനെ ഒരു നിയമം ഇല്ല. റിപ്പീറ്റ് അത് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ, നിങ്ങൾ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസ് ഒരു പ്രാവശ്യം ഇട്ടു, ഓക്കെ, ഇനി അടുത്ത വീഡിയോസ് ആ ഒരു വീഡിയോസ് ഉപയോഗിച്ചുകൊണ്ട് അതുമായി സാമ്യമുള്ള സംഭവം അല്ലെങ്കിൽ അതേ കണ്ടന്റ് തന്നെ സെയിം ബിരിയാണി ഉണ്ടാക്കുന്ന അതേ കണ്ടന്റ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. അതേ പ്രശ്നമുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോ ഇന്ന് ഉണ്ടാക്കിയത് ഒരു കോഴിക്കോട് നോർമൽ ബിരിയാണിയാണ് എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ഒരു കാലിക്കറ്റ് ബിരിയാണി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു തമ്പനയിൽ കൊടുക്കുകയും ക്യാപ്ഷനുകളും മറ്റും എല്ലാം മറിച്ചു. പിന്നെ അടുത്ത വീഡിയോസ് നിങ്ങൾ പുതിയ വീഡിയോസ് ആണ് ഉണ്ടാക്കുന്നത്. പുതിയ വീഡിയോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോസ് ഉണ്ടാക്കുന്ന ഹൈദരാബാദ് ബിരിയാണി എന്ന പേര് കൊടുത്തിട്ടാണ്. ഓക്കെ, അതിലെ ചേരുവകൾക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അതിന്റെ വോയിസ് ഓവർ വേറെയാണ്, അതിന്റെ ക്യാമറ വേറെയാണ്, അതിന്റെ എല്ലാ കാര്യങ്ങളും
അടിമുടി അതിലെ കാര്യങ്ങൾ മാറ്റിയാൽ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ബാധകമായി വരില്ല എന്നുള്ളതാണ്. പക്ഷെ ഒരു കാര്യം മാത്രം അടിവരയിട്ട് പറയട്ടെ, വെറും ബിരിയാണി വീഡിയോസ് മാത്രമാകാതെ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ 3-4 ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ 5 വീഡിയോസ് ഒക്കെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ ക്യാപ്ഷനിലും ഹാഷ്ടാഗിലും ടാഗ് ലൈൻസ് വേണമെങ്കിൽ അറിയാലോ, ഇപ്പൊ ടാഗ് ലൈൻസ് വലിയ പ്രാധാന്യമില്ല എങ്കിലും ടാഗ് ലൈൻസിലും എല്ലാത്തിലും നിങ്ങൾ അടിമുടി മാറ്റങ്ങൾ വരുത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഇവിടെ വരില്ല എന്നുകൂടെ അടിവരയിട്ട് പറയട്ടെ 100%. ഇനി നാലാമത്തെ ഒരു ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ പരസ്യങ്ങളിൽ യൂട്യൂബിന്റെ നിയന്ത്രണം. അതായത് പരസ്യങ്ങളിൽ യൂട്യൂബിന്റെ നിയന്ത്രണം അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഞാനൊരു കാര്യം പറയാം. കുട്ടികളുടെ വീഡിയോസിൽ കുട്ടികൾക്ക് വേണ്ടി യൂട്യൂബ് നമുക്കിപ്പോ മേഡ് ഫോർ കിഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടി അതിലുണ്ടെങ്കിൽ യൂട്യൂബ് എടുക്കുന്ന തീരുമാനങ്ങളും യൂട്യൂബ് എടുക്കുന്ന എന്താ പറയാ റൂൾസുകളും വളരെ സ്ട്രോങ് ആയിരിക്കും കുട്ടികളുടെ കാര്യത്തിൽ. ഓക്കെ, യൂട്യൂബ് അതുപോലെ തന്നെ പരസ്യങ്ങളുടെ കാര്യത്തിലും അത്തരം ഒരു നിയന്ത്രണത്തിലേക്ക് യൂട്യൂബ് വരികയാണ്. പണ്ട് കാലത്ത് കുറച്ച് ലേഡിയുടെയോ ജെൻസിന്റെയോ ഒക്കെ ശരീരം കാണിച്ചിട്ടുള്ള പരസ്യങ്ങൾ കൊടുക്കാൻ കുറച്ച് ഓപ്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബെയർ സ്കിൻ എന്നൊക്കെ പറയപ്പെടുന്ന കാറ്റഗറിയിലൂടെയൊക്കെ ഒക്കെ ആയിരുന്നു അത് പോയിരുന്നത്. ഇപ്പോൾ ആ ഒരു ബെയർ സ്കിൻ ഇമേജ് ഓൺലി എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇപ്പോ യൂട്യൂബ് എടുത്തു കളയുകയാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് അർദ്ധനഗ്നയായ ഒരു സ്ത്രീയുടെ ശരീരം കാണിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ ഇപ്പോഴും അനുവദീയമല്ല എന്ന് യൂട്യൂബ് പറയുന്നില്ല. നിയന്ത്രണങ്ങളുണ്ട്. ആവശ്യമാണെങ്കിൽ കാണിക്കാം എന്നുള്ളതാണ്. എന്താണ് ആവശ്യം എന്നുള്ളത് നോക്കാം. ഒരു നീന്തൽ, ഒരു സ്വിമ്മിങ് സൂട്ട് ധരിക്കുന്ന, അല്ലെങ്കിൽ സ്വിമ്മിങ് ഷൂട്ടിന്റെ പരസ്യമാണ്. അപ്പൊ ഒരിക്കലും നമുക്കൊരു സ്വിമ്മിങ് സൂട്ട് ധരിക്കുന്ന ഒരു സ്ത്രീയെ ഒരു പർദ്ദ ഇട്ടുകൊണ്ട് നീന്തിപ്പിക്കാൻ പറ്റില്ല. ആ സ്വിമ്മിങ് സൂട്ട് അവരുടെ ആ ഒരു ഡ്രസ്സായിരിക്കും ഉപയോഗിക്കുക. അതവിടെ അനുവദീയമാണ്. അതുപോലെ തന്നെ ഒരു സ്കിന്നിന്റെ പ്രൊഡക്റ്റ് ആണ്, ഇന്ന ഭാഗത്ത് പെരട്ടുന്നതാണെങ്കിൽ ആ ഭാഗം കാണിക്കേണ്ടി വരും. അപ്പൊ അത് അനുവദീയമാണ്. ഇത്തരത്തിൽ ഓരോന്നും സാഹചര്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ പരസ്യം അനുവദീയമാണ്. പക്ഷെ പ്രേക്ഷകർക്ക് ഒരു ഇറിറ്റേഷൻ തോന്നാത്ത രൂപത്തിൽ ആ ഒരു രൂപത്തിലായിരിക്കും ഇനി മുതൽ അതിലൊരു നിയന്ത്രണം യൂട്യൂബ് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് യൂട്യൂബ് ഇപ്പോ ജൂലൈ 15 കൊണ്ടുവരുന്നത്. നാളെ പുലർന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചാനൽ എല്ലാം അവിടെ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ പലരുടെയും ചാനലിൽ മോണിറ്റൈസേഷൻ അതുപോലെ തന്നെ ഉണ്ടാകും. ആരും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ പറയാ, ഇപ്പൊ ഏഷ്യനെറ്റിൽ ഒരു പരസ്യം വന്നാലോ റിപ്പോർട്ടർ ടിവിയിൽ ഒരു പരസ്യം വന്നാലോ അതെല്ലാം കറക്റ്റ് ആണ്, ഇത് സത്യമാണ് എന്നുള്ളതൊന്നുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. യൂട്യൂബിന്റെ നിയമങ്ങൾ അത് ഏതോ ഒരു യൂട്യൂബർ, ഈ ഒരു ഹിന്ദിയിൽ ഏതെങ്കിലും ഒരു യൂട്യൂബർ പറഞ്ഞു കാണും. അത് കേട്ട് ഇവിടെ ഏതെങ്കിലും ഒരു മലയാളീസ് മെയിൻ ഒരു യൂട്യൂബർ പറയാം. അത് കേട്ടിട്ട് ഇവിടെയുള്ള എന്ത് കേട്ടാലും അത് സത്യമാണ്, അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും നേരെ മൊബൈൽ എടുത്തിട്ട് പാടത്തേക്കോ പറമ്പിലേക്കോ ഓടി വീഡിയോസ് ചെയ്യുന്നവരുണ്ടാവും. അത്തരക്കാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമായി ഇതിനെ എടുക്കുക. ഞാനിപ്പോ വലിയ വലിയ ചാനലിന്റെ പേരുകളൊക്കെ പറഞ്ഞു. ഇത്തരം ചാനലുകളൊക്കെ എന്താ പറയാ, ഈ ഒരു ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായപ്പോൾ പോലും അവരൊക്കെ ഒറ്റയടിക്ക് ആ ഒരു എന്താ പറയാ ഇന്റർനാഷണൽ എയർപോർട്ടുകൾ വരെ അടപ്പിച്ചവരാണ്. കാരണം എയർപോർട്ടുകാർ പോലും അറിയാതെയാണ് അവരൊക്കെ അത് അടപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വാർത്ത കൊടുക്കുന്നപ്പോൾ വാർത്തകളല്ല മെയിൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ സത്യസന്ധമായിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇന്ന് ഈ വീഡിയോസ് ഞാൻ ഇട്ട് കഴിഞ്ഞ് നാളെ നേരം പുലരുമ്പോൾ എന്റെ വാക്കുകൾ സത്യമാണോ എന്നത് നിങ്ങൾക്ക് മനസ്സിലാകും. അതിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടെ അടിവരയിട്ട് പറയട്ടെ, സൈഡ് വീഡിയോസ് ഇടുന്ന ഒരുപാട് ചാനലുകൾക്ക് നമ്മൾ അപ്പീൽ ചെയ്ത് വീഡിയോസ് അപ്പീൽ ചെയ്തിട്ട് നമുക്ക് അവർക്ക് മോണിറ്റൈസേഷൻ തിരിച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അവരൊക്കെ ഭയങ്കര സങ്കടത്തിലാണ്, എന്നെ നിരന്തരമായി വിളിക്കുന്നുണ്ട്. അത്രക്കാരുടെ ചാനൽ ഒരിക്കലും നഷ്ടപ്പെടില്ല. നിങ്ങൾ കൺവിൻസിങ് ആണ്. നിങ്ങൾ യൂട്യൂബ് ഇവർ ഈ പറയുന്ന പോലെ സ്ലൈഡ് വീഡിയോസിന് ഇനി മോണിറ്റൈസേഷൻ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ റിയാക്ഷൻ വീഡിയോസ്, വോയിസ് ഓവറും പ്ലസ് വീഡിയോസുകളും കാര്യങ്ങളും ചേർത്ത് ചെയ്യുന്നവരുടെ ചാനൽ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ഫേസ് കാണിക്കാത്തവരുടെ വീഡിയോസ് നഷ്ടപ്പെടുന്നേ ഇല്ല. സ്വന്തം ഫേസ് കാണിക്കാതെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോസിന് മോണിറ്റൈസേഷൻ കിട്ടില്ല എന്ന് പറയുന്ന ചാനൽ ഞാൻ നേരിട്ട് കണ്ടതാണ്. ചാനലിന്റെ പേര് പറയുന്നില്ല. പക്ഷെ അത്തരം ഒരുപാട് ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ. നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതും വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഫേസ് നിർബന്ധമൊന്നുമില്ല, വീഡിയോസ് ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ ചലിക്കുന്ന ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ ചലിക്കുന്ന ചിത്രങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരിക്കണം എന്ന് മാത്രം. ഇതാണ് വളരെ സിമ്പിളായി അടിവരയിട്ട് പറഞ്ഞാൽ
നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങളെ ഒരുപാട് പറഞ്ഞ് പേടിപ്പിക്കാനോ ഒന്നും ഞാൻ ഇതുവരെയൊക്കെ നിന്നിട്ടില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു തന്നു. ഇതിൽ നിന്നും മനസ്സിലാക്കുക, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് പറയാൻ 24 മണിക്കൂർ കഴിയുമ്പോൾ നാളത്തെ ഉദയം നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ചാനൽ അവിടെ തന്നെ ഉണ്ടാകും, നിങ്ങളുടെ മോണിറ്റൈസേഷൻ അവിടെ ഉണ്ടാകും. അവിടെ മുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങും. പ്രിയപ്പെട്ടവരെ, യൂട്യൂബിൽ ഒരു കിടിലൻ അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിന്റെ വലിയൊരു മാറ്റം വരുന്നുണ്ട്. അത് വരുന്നത് ജൂലൈ 15-നല്ല, അത് ഓഗസ്റ്റിനാണ്. ഓഗസ്റ്റ് ഒരു 5th കൂടി ഏകദേശം വരും. കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഞാൻ പറയുന്നില്ല, യൂട്യൂബും അത് കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഓഗസ്റ്റിന് ഒരു അപ്ഡേറ്റ് വരും. എന്താണ് അപ്ഡേറ്റ്, അല്ലെങ്കിൽ എന്താണ് ഒരു മാറ്റം, നമുക്കൊന്ന് നോക്കാം. അത് ഒന്നുമല്ല, ആഡ്സെൻസ് ഫോർ യൂട്യൂബ് ടേംസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഇനി മുതൽ പണമിടപാടുകൾ ആഡ്സെൻസുമായി എങ്ങനെ ഇതെല്ലാം വളരെ ലളിതമാക്കുന്നു എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് എൻ്റെ ഒരു അടുത്ത വീഡിയോസ്. അതിനെക്കുറിച്ച് ചെയ്യാം. പ്രിയപ്പെട്ടവരെ, യൂട്യൂബ് എന്ന് പറയുന്നതിന്റെ അച്ഛനാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. അച്ഛനോട് ചോദിച്ചാൽ ഏകദേശം ഒക്കെ മകനെ കുറിച്ച് പറഞ്ഞു തരും. അപ്പൊ അവരുടെ പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലും സെർച്ച് ചെയ്താൽ ഈ വക കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.